അപ്പൊ മിന്നലുമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് 30 സെക്കൻഡ് റൂളാണ്. 30 സെക്കൻഡ് റൂളും. നമസ്കാരം. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയില് കുരങ്ങൻചോല വെള്ളില മങ്കട ഭാഗത്ത് നമ്മുടെ 4 സഹോദരന്മാര് മിന്നലേറ്റ് മരണപ്പെട്ടു. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മിന്നൽ എന്താണെന്നും അതുപോലെ മിന്നലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നും മിന്നൽ ഏൽക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. മിന്നൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിലേ, ക്യുമുലോനിംബസ് കാർമേഘങ്ങൾ കുമിഞ്ഞുകൂടുകയും, അപ്പോൾ ക്യുമുലോനിംബസ് മേഘങ്ങളിൽ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവും, അതുപോലെ വാട്ടർ ഡ്രോപ്സ് ഉണ്ട്, ഒപ്പം കാറ്റും കൂടെ മിക്സ് ആവുന്ന അല്ലെങ്കിൽ കാറ്റിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് ഈ വാട്ടർ ഡ്രോപ്സും അതുപോലെ ഐസ് ഡ്രോപ്സ് ഒക്കെ ഘർഷണം മൂലം, ഇതിന്റെ ഉള്ളിൽ ഘർഷണം മൂലം അവിടെ ഇലക്ട്രിക് ചാർജ് ഫോം ചെയ്യും. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് 2 ചാർജ് അവിടെ ഫോം ആവുന്നുണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് വളരെയധികം കൂടുന്നതനുസരിച്ച് നെഗറ്റീവ് ചാർജ് മേഘത്തിന്റെ താഴെയും പോസിറ്റീവ് ചാർജ് മേഘത്തിന്റെ മുകളിലായിട്ട് കുമിഞ്ഞു കൂടാൻ തുടങ്ങും. അതേസമയം ഭൂമിയിലും പോസിറ്റീവ് ചാർജ് ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ മേഘത്തിന്റെ ഉള്ളിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കൂടുന്നതനുസരിച്ച് അത് ന്യൂട്രലൈസ് ആവാൻ ശ്രമിക്കും. അപ്പൊ ഇതനുസരിച്ച് എന്ത് ചെയ്യും, ഡിസ്ചാർജ്, ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിക്കുന്നതാണ് മിന്നല്. അപ്പൊ മേഘത്തിന്റെ ഉള്ളിലും ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിക്കും. അതുപോലെ മേഘത്തിന്റെ താഴെ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ചാർജും ഭൂമിയില് പോസിറ്റീവ് ചാർജാണ്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് ഫ്ലോ, ഒരു മിന്നലിന് അവിടെയും സാധ്യത ഉണ്ട്. ആ മിന്നൽ സാധ്യതയാണ് നമുക്ക് ഭൂമിയിലോട്ട് മിന്നലായിട്ട് വരുന്നത്. അപ്പൊ മിന്നല് ഭൂമിയിലോട്ട് വരുന്ന സമയം വളരെ ചൂട് കൂടിയ ഇലക്ട്രിക് പ്രവാഹമാണ്. ഏകദേശം നമ്മൾ പറഞ്ഞു 30,000 ഡിഗ്രി ചൂട് ഈ സമയം ഉണ്ടാവും. അപ്പൊ ഈ ചൂടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ വായു ചൂട് പിടിച്ച് എക്സ്പാൻഡ് ആവും. ഷോക്ക് വേവ് വരികയാണ്. ഷോക്ക് വേവിന്റെ ഈ കാരണം കൊണ്ടാണ് അവിടെ നമ്മൾ ഇടി, തണ്ടർ എന്ന് പറയുന്ന ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. ആ ശബ്ദം ഇതിന്റെ അടിസ്ഥാനത്തിൽ എയർ എക്സ്പാൻഷന്റെ ഭാഗമായിട്ടാണ് അവിടെ ഇടി വരുന്നത്. അപ്പൊ മിന്നലുമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് 30 സെക്കൻഡ് റൂളാണ്. 30 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാല്, ഇപ്പൊ മിന്നൽ ഒരു പ്രദേശത്ത് വന്നു, അപ്പൊ ആ മിന്നലിന്റെ ശബ്ദം കേട്ട് നമ്മൾ 1 സെക്കൻഡിന്റെ ഉള്ളില് ശബ്ദം വരികയാണെങ്കിൽ, മിന്നൽ നമ്മൾ കണ്ടു, 1 സെക്കൻഡിന്റെ ഉള്ളിൽ ശബ്ദം നമ്മൾ ചെവിയിൽ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം 340 മീറ്റർ ഡിസ്റ്റൻസില് ആ പ്രതിഭാസം സംഭവിച്ചു. അപ്പൊ മിന്നൽ വന്ന് 3 സെക്കൻഡ്, മിന്നൽ നമ്മൾ കണ്ടു 3 സെക്കൻഡ് നേരെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഈ പ്രതിഭാസം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 30 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ മിന്നൽ വന്ന് 30 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഏകദേശം 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇത് മിന്നൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് അതിന്റെ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മിന്നൽ നമ്മൾ മനസ്സിലാക്കി, മിന്നലും മഴമേഘങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് വേഗം എടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉയർന്ന പ്രദേശത്താണെങ്കിൽ നമ്മൾ താഴ്ന്ന പ്രദേശത്ത് മാറണം. അതുപോലെ മരത്തിന്റെ താഴെ നമ്മൾ ഒരിക്കലും നിൽക്കരുത്. ഓപ്പൺ സ്ഥലമാണെങ്കിൽ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് ബിൽഡിങ്ങിന്റെ ഉള്ളിലോട്ട് കയറണം. ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ചുമരിനോട് ചാരി, അതുപോലെ നമ്മൾ മെറ്റൽ പാർട്ടിക്കിൾസിലൊന്നും ടച്ച് ചെയ്ത് നിൽക്കരുത്. അതുപോലെ നമ്മൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകളെല്ലാം നമ്മൾ അൺപ്ലഗ് ചെയ്യണം. അതുപോലെ മഴ പെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്ത്രീകളൊക്കെ അയകളിലൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകും. അതുപോലെ മിന്നലും ഇടിയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും നമ്മൾ അത് ചെയ്യരുത്. മിന്നൽ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതുപോലെ നമ്മൾ വാട്ടർ ടാപ്പ് തുറക്കരുത്, വെള്ളം യൂസ് ചെയ്യരുത്. അതുപോലെ തുറന്ന സ്ഥലത്തുള്ള പൂളുകള്, അതുപോലെ ജലാശയങ്ങൾ, ഇതിലോട്ടൊന്നും ഇറങ്ങരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വാഹനത്തിൽ പോകുന്ന സമയത്താണെങ്കിൽ വാഹനത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇറങ്ങരുത്, വാഹനത്തിൽ തന്നെ ഇരിക്കുക. അതുപോലെ നമ്മൾ ഓപ്പൺ സ്പേസ് ആണ്, നമുക്ക് മാറി നിൽക്കാൻ ഒരു സ്പേസും ഇല്ലെങ്കിൽ നമ്മൾ നിലത്ത് മുട്ടുകുത്തി തല മുട്ടിനിടയിൽ വെച്ച് കൈ രണ്ടും ചെവിക്ക് പിറകിലായി ഇരിക്കുക. നമ്മൾ സ്റ്റാൻഡായിട്ട് നിൽക്കരുത്. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ കേസ് നമുക്ക് മിന്നൽ അടിച്ചൊരു സിറ്റുവേഷൻ കാണാം, കുറച്ച് കാഷ്വാലിറ്റി അവിടെ കിടക്കുകയും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മിന്നലിന്റെ ഭാഗമായിട്ട് കാർഡിയാക് അറസ്റ്റ് വരാം. അപ്പൊ നമ്മൾ എന്താണ് സിംറ്റംസ് നോക്കിയിട്ട് അവർക്കുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. കാർഡിയാക് അറസ്റ്റ് വരുന്ന, അതായത് ആള് ബോധമില്ല, അതുപോലെ ശ്വാസമില്ല, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ശ്വാസം ഉണ്ടോ, പൾസ് ഉണ്ടോ, ഹൃദയം മിടിക്കുന്ന കാര്യങ്ങളുണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത്, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ CPR കമ്പൽസറി നമ്മൾ കൊടുക്കണം. പിന്നെ ചിലപ്പോൾ പൊള്ളലേൽക്കാം, അതുപോലെ ഫ്രാക്ചർ ആവാം, ബ്ലീഡിങ് ആവാം. അപ്പൊ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പൊള്ളലേറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് നമ്മൾ ചെയ്തു കൊടുക്കുക. അതുപോലെ ഫ്രാക്ചർ ആവുക, ബ്ലീഡിംഗ് ഒക്കെ എവിടെയെങ്കിലും തെറിച്ചു വീണ കേസൊക്കെ വന്നിട്ട് ബ്ലീഡിംഗ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യാം. ഇതാണ് ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടത്.